ഹലോ എല്ലാവർക്കും ബി പി സോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ മക്കളൊക്കെ അവധിക്കാലമായി വീട്ടിലിരിക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ പല പിള്ളേരും ഇപ്പം ടി വിയുടെ മുമ്പിലായിരിക്കും, മൊബൈലിൻ്റെ മുമ്പിലായിരിക്കും. ഇപ്പോൾ ചില പേരൻസിനൊന്നും സമയമില്ലാത്തതിൻ്റെ പേരിൽ പേരൻസ് മനഃപൂർവ്വം ടി വി ഒക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ടാവും പലർക്കും. അതുപോലെ മൊബൈലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ചില കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈലൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അതിനൊക്കെ നിയന്ത്രണം വരുത്തണ്ടേ. പിന്നെ നമുക്ക് അപ്പോഴേക്കും ഇനിയിപ്പം അത് മേടിക്കുകയാണെങ്കിൽ ടി വിയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ മക്കളെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മുടെ പുറകെ നടക്കും. ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ടൈം പാസ് കൊടുക്കണ്ടേ. അപ്പോൾ ഈ 2 മാസം അവർക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട്, ബോറടിക്കാതെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മിക്കവാറും സമയം ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണുകൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യമാണ്, സിനിമ ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ സമയത്ത് അവർ മാറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ണ് തെറ്റുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വെക്കും. അപ്പം ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് അറിയോ, ഇടയ്ക്കിടയ്ക്ക് നോക്കും. അവർ ടി വി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈൽ അങ്ങനെ കൊടുക്കാറില്ല, ടി വിയിൽ തന്നെ യൂട്യൂബൊക്കെ ഓണാക്കിയിട്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ വെക്കും. അപ്പം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും എന്താണ് അവർ കാണുന്നതെന്ന്. അപ്പം മോൻ വെക്കുകയാണെങ്കിലും മോള് വെക്കുകയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളായിരിക്കും വെക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ ചിലപ്പം അടി കൂടും. എനിക്ക് വേണം, എനിക്ക് ഫസ്റ്റ് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കും. അപ്പം ഞാനിങ്ങനെ ടൈം നിശ്ചയിക്കും. ഇപ്പം ഒരാൾ അരമണിക്കൂർ ടി വി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് അരമണിക്കൂർ നേരത്തെ അത് ഞാൻ സമയം നോക്കി വെക്കും. അപ്പോൾ ആ കറക്റ്റ് സമയമാകുമ്പം ടി വി ഓഫ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് റിമോട്ട് കൈമാറിയിരിക്കണം. അപ്പം ആ കറക്റ്റ് ഇപ്പോൾ രണ്ടുപേരും കണ്ട് ഒരു മണിക്കൂർ വെച്ചാൽ അരമണിക്കൂർ വെച്ചിട്ട് 1 മണിക്കൂർ ടി വി കണ്ടു കഴിയുമ്പോൾ ടി വി ഓഫ് ആക്കിയിരിക്കണം. അത് നിർബന്ധമാണ്. അവർ ഓഫ് ആക്കിയില്ലെങ്കിൽ ഞാൻ ചെന്ന് ഓഫാക്കും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ വെക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതിനൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ചിലപ്പം മോറൽ സ്റ്റോറീസ് വെച്ച് കൊടുക്കും. ഇപ്പോൾ ടി വിയിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് ഭാഷയായിക്കൊള്ളട്ടെ അതിനനുസരിച്ചുള്ള മോറൽ സ്റ്റോറീസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് അവർക്ക് കുറച്ച് നല്ലതല്ലേ. നമ്മുടെ മക്കളൊക്കെ അതൊക്കെ കണ്ടിരിക്കുന്നതും നല്ല കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതും നല്ലതല്ലേ. അപ്പം ഞാൻ ചിലപ്പം മോറൽ സ്റ്റോറീസ് വെച്ച് കൊടുക്കും. ഒന്നാമതായിട്ട് ടി വിയുടെ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണുകളിൽ നിന്ന് ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പം നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാർട്ടൂണുകളിലൊക്കെ പല തെറ്റായിട്ടുള്ള പലതുണ്ടാവും. അപ്പം അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് മോറൽ സ്റ്റോറീസ് ഇടയ്ക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അത് കാണണം എന്ന് നിർബന്ധമാണ് ഇടയ്ക്കൊക്കെ. പിന്നെ അത് അങ്ങനെ കൂടുതൽ സമയമൊന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള അവർക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കുണ്ടല്ലോ ബുക്ക് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു ലൈനില്ലാത്ത ബുക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുക മക്കൾക്ക്. എന്നിട്ട് ഓരോ പേജിൽ ഓരോ ദിവസം ഓരോ പടം വരച്ചോട്ടെ. നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് അവർക്ക് പടം വരയ്ക്കാം. ഇനിയിപ്പം വലിയ പടം വരയ്ക്കാൻ അറിയാവുന്ന കുട്ടികളായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ യൂട്യൂബിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോന്നും വരയ്ക്കേണ്ടതെന്നൊക്കെയുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് അവർക്ക് ഓരോ പടങ്ങൾ ഇപ്പം ഓരോ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കാതെ അവരുടെ കൈ വഴക്കത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അവരത് നോക്കി യൂട്യൂബിലൊക്കെ നോക്കി അവർക്ക് പടം വരച്ച് കളറടിച്ച് അത് അവർക്ക് നല്ലതല്ലേ. അങ്ങനെ പടം വരയ്ക്കാനുള്ള ഒരു കഴിവ് കൂടുക മാത്രമല്ല, അവർക്ക് ആ ഒരു കോൺസെൻട്രേഷനും അതുപോലെ കൈവഴക്കവും ഒക്കെ വരാൻ വേണ്ടിയിട്ടും ഒത്തിരി നല്ലതല്ലേ. അന്നേരം ഞാനോർത്തപ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പേജിൽ വെച്ച് പടം വരച്ചാൽ മതി, പടം വരച്ച് കളറടിച്ചാൽ മതി. അപ്പം ഇങ്ങനെ ഓരോ പേജിൽ ഓരോ ദിവസം വെച്ച് വരയ്ക്കുമ്പോഴേക്കുമേ ഈ 2 മാസം ആകുമ്പോഴേക്കും അത്രയും പടങ്ങളായി കഴിയുമ്പോൾ ഒരു ബുക്ക് മാതിരി ആവുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവസാനമായി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ അതിങ്ങനെ മറിച്ച് അവർ സ്വന്തമായിട്ട് വരച്ച ഒരു ബുക്കാക്കി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് തന്നെ വലിയ സന്തോഷമായിരിക്കും അത് കാണാനായിട്ട്. പിന്നെ വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇപ്പം അവർക്ക് പറ്റിയ രീതിയിലുള്ള ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും പറ്റിയ രീതിയിൽ ഇപ്പം ഒരു 4-5 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന ക്ലാസ്സുകളിൽ ഇപ്പം ഹൈസ്കൂളിൽ 10ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പം അത് നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ മക്കൾ ഒരാൾ 5 വയസ്സ്, ഒരാൾ 11 വയസ്സ്. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കും.
വെച്ച് കൊടുക്കും. അപ്പം ഇപ്പം കുഞ്ഞു കുട്ടിക്ക് അറിയത്തില്ലെങ്കിലും മുതിർന്ന കുട്ടി അതിനെ സഹായിച്ചു കൊടുക്കാൻ പറയും. അപ്പം അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഇപ്പം പേപ്പർ ക്രാഫ്റ്റ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ഇപ്പം എന്തെങ്കിലും പേപ്പർ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കാം, ഇപ്പം കുപ്പിയിൽ പെയിൻ്റ് അടിക്കാനായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇപ്പം പേപ്പർ വെച്ചിട്ട് വാച്ച് ഉണ്ടാക്കാനായിരിക്കാം, പൂവുണ്ടാക്കാനായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കും. അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർക്കുണ്ടല്ലോ, ഞാനിത് സ്വന്തമായിട്ട് ചെയ്തു, ഇപ്പം യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തതാണെങ്കിൽ പോലും ഞാനിത് സ്വന്തമായിട്ട് ചെയ്തു എന്ന ഒരു തോന്നലുണ്ടാകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടി അവർക്കുണ്ടാകും. അപ്പോൾ അത് അങ്ങനെ ചെയ്യിക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ ടി വിയിൽ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ചുമ്മാ ഇപ്പോഴത്തെ ഈ ട്രെൻഡിങ് പാട്ടുകളൊക്കെ ചുമ്മാ അതങ്ങ് വെച്ച് കൊടുക്കുക. ഈ സിനിമ പാട്ടുകളായിക്കൊള്ളട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അതിനനുസരിച്ച് ചിലപ്പം ഇങ്ങനെ ഇപ്പം ഭക്തിഗാനമാണെങ്കിലും ഇപ്പം വിശ്വാസമൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭക്തിഗാനം വെച്ച് കൊടുത്തിട്ട് അതൊക്കെ പാടി പഠിക്കാനൊക്കെ പറയാം. പിന്നെ ഇങ്ങനെ ചുമ്മാ ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കുക. അവർക്ക് അതിനനുസരിച്ച് ഡാൻസ് കളിക്കാൻ അറിയുന്ന കുട്ടികളാവണമെന്നൊന്നുമില്ല. ചുമ്മാ ആ ടി വിയിൽ കാണുന്ന ആ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ഇവർക്ക് നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് ചുമ്മാ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടിക്കോട്ടെ. അവർക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ, മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അവരുടെ കാർട്ടൂണിൽ അവർ സ്ഥിരം കാണുന്ന കാർട്ടൂണിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് നമുക്ക് അവരെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ മതി. ടി വിയും മൊബൈലും ഉപയോഗങ്ങളൊക്കെ അത്രയൊക്കെ മതി. ഇനി വേറെ കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക, അവർ വായിച്ചോട്ടെ. ഇപ്പം മിക്കവാറും കുട്ടികൾക്ക്, ഇപ്പോൾ എൻ്റെ മോൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വായിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്കും ആണെന്നുണ്ടെങ്കിലും അത് ബുക്ക് വായനയൊന്നും എനിക്കും ഇഷ്ടമുള്ള കാര്യമില്ല. പക്ഷേ അവരെ കൊണ്ട് എങ്ങനെയാണ് റീഡിങ് അവർക്ക് ഇൻട്രസ്റ്റ് ആക്കി കൊടുക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക. ഇപ്പോൾ ചില കുട്ടികൾക്ക് സ്റ്റോറീസ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അഡ്വഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കൊച്ചു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകൾ, ഇപ്പോൾ പടങ്ങളൊക്കെയുള്ള ബുക്കുകളാണെന്നുണ്ടെങ്കിൽ കൊച്ചു ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് വായിച്ച് തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബോറടിക്കും. അപ്പോൾ ഈ വായനാശീലം ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ വായിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പം ബുക്ക് വായിക്കുകയില്ല. അതുകൊണ്ട് ഒരു ദിവസം ഒരു 1-2 പേജെങ്കിലും വെച്ച് വായിച്ചോട്ടെ. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പം LKG UKG ഒക്കെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ പടങ്ങളുള്ള ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ഈ ചെറിയ ക്ലാസ്സുകളിൽ LKG UKG 1 അങ്ങനെ ക്ലാസ്സുകളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വല്ല കളിക്കുടുക്ക അങ്ങനത്തെ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വല്ല പടം വരയ്ക്കാനോ കളറടിക്കാനോ ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതാനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം. പിന്നെ പത്രം വായിപ്പിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും പത്രം വായിപ്പിക്കണം. അത് മിക്കവാറും കുട്ടികൾക്കൊന്നും പത്രം വായിക്കാനൊന്നും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊന്നും പത്രമൊന്നും വായിക്കാൻ ആർക്കും തന്നെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർ ചുമ്മാ ഹെഡിങ് ആണെങ്കിലും ഒന്ന് വായിച്ചു പൊക്കോട്ടെ. പത്രം എന്ന ഒരു സംഭവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. ചുമ്മാ ഒരു ഹെഡിങ് വായിച്ചു പോയി കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഈ ടി വിയുടെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. വാർത്ത കാണിക്കുക. ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്നറിയോ, വാർത്ത കാണാൻ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ടി വി കാണണം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിക്കുന്ന നേരത്തായിരിക്കും അവർക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കണേ. എന്നിട്ട് ഞാൻ പറയും ഞാനാണ് ഇപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറയും, വാർത്ത വെക്കും. വാർത്ത വെച്ച് കഴിയുമ്പോഴല്ലോ അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഈ ഇപ്പം വാർത്തയിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെ കാണിച്ചു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇപ്പം നമ്മുടെ യുദ്ധം നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം മക്കൾ കണ്ടുകഴിഞ്ഞു, അയ്യോ ഇതെന്താ സംഭവം, തീ കത്തുന്നു, ബോംബിടുന്നു, അങ്ങനെയൊക്കെ. അപ്പം അതാണ് യുദ്ധം, അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ടി വിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നാട്ടിലിറങ്ങിയ കടുവനെ പിടിച്ചിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നതാണ്. അപ്പോൾ അവർക്ക് സംശയം ഇതെന്തിനാണ്. അപ്പോൾ മോൾക്ക് അവളുടെ പ്രായത്തിനനുസരിച്ച് അവൾക്ക് സംശയം, ഇത് നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ മനുഷ്യർക്കൊക്കെ ശല്യം ഉണ്ടാക്കുമല്ലേ, അതിനെ കൊന്നുകൂടെ എന്നുള്ള സംശയങ്ങൾ. മോനാണെന്നുണ്ടെങ്കിൽ അയ്യോ ഈ കടുവ എന്ത് സ്പീഡിലാണ് ചാടി ഓടി പോകുന്നതെന്നുള്ള സംശയം. അപ്പം അങ്ങനെ അവർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. അതുപോലെ
ഇപ്പം ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇപ്പം പോലീസ് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു കഴിയുമ്പോഴേക്കും അയ്യോ ഇതാരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇതെന്തിനാണ് പിടിച്ചുകൊണ്ട് പോകണേ, ഇങ്ങനെ ഓരോ സംശയങ്ങൾ അവർക്കുണ്ടാകും. നമ്മളവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അന്നേരം ഇപ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കണ നേരത്താണെങ്കിൽ പോലും ഒരു ഇച്ചിരി നേരം വാർത്തയൊന്ന് കണ്ടോട്ടെ, ടി വിയിൽ വാർത്ത എന്തൊക്കെയാണ് വാർത്തകളായിട്ട് വരുന്നത്, ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ അവർക്ക് കിട്ടിക്കോട്ടെ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ബുക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന്, പടം വരയ്ക്കാനും കളറടിക്കാനും ഒക്കെ ആയിട്ട്. അതുപോലെ വേറൊരു ബുക്കും കൂടി അവർക്ക് കൊടുത്തോളുക. എന്തിനാണെന്നറിയാവോ? എന്തെങ്കിലും സ്റ്റോറിയോ കവിതയോ അല്ലെങ്കിൽ യാത്രാ വിവരണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. എഴുതാൻ അറിയണമെന്നൊന്നുമില്ല, ചുമ്മാ അങ്ങ് എഴുതിക്കോട്ടെ. അവർക്ക് ഇഷ്ടപ്പെട്ട ആയിട്ട് ഇപ്പം ഞാനൊരു ദിവസം മോളോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു കവിതയോ കഥയോ എന്തെങ്കിലും നിനക്ക് അറിയാവുന്ന പോലെ എഴുതുക. അന്നേരം ഇപ്പം അവൾ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു കവിത എഴുതുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വരും. മാങ്ങ മാങ്ങ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ, പഴുത്താൽ നല്ല രുചിയുള്ള മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ. ഞാൻ പറഞ്ഞു അത് മതി. അവർക്ക് ഏത് രീതിയിലാകുന്നോ, അവർക്ക് ഏത് രീതിയിൽ കവിതയോ കഥയോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഥകളോ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെഴുതിക്കോട്ടെ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചുമ്മാ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേജ് അവർക്ക് എഴുതാമല്ലോ. ഞാൻ ഇന്ന ദിവസം ഇന്ന ആളുടെ കൂട്ടത്തിൽ ഇന്ന കടയിൽ പോയി, ഇന്ന സാധനങ്ങളൊക്കെ ആ കടയിലുണ്ടായിരുന്നു, അപ്പോൾ ആ കടയിൽ ഇന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഞങ്ങൾ ഇന്ന സാധനങ്ങളാണ് വാങ്ങിച്ചത്, ഇത്ര രൂപയായി, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ടൂറൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ എഴുതാൻ അവരോട് പറയുക. അതൊക്കെ അവർക്കൊരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ ഭാവിയിലേക്ക് ഇങ്ങനെയൊക്കെ എഴുതി ശീലിക്കുന്നതൊക്കെ ഉപകരിക്കും എന്ന് ഓർക്കുക. അപ്പം രണ്ടാമത്തെ ബുക്ക് കഴിഞ്ഞല്ലോ. ഒന്നാമത്തേത് കളറടിക്കാനും പടം വരയ്ക്കാനുമായിട്ട്, മറ്റേത് കവിതയോ കഥയോ യാത്രാ വിവരണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട്. പിന്നെ ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. അതായത് പുതിയ ബുക്കൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. പഴയ ബുക്കിൻ്റെ ഇപ്പം കഴിഞ്ഞ വർഷത്തെ സ്കൂളിലെ ബുക്കിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ പേരൻസും കൂടെ ശ്രമിക്കണം. അപ്പോൾ അവധിക്കാലമാണ്, പഠിക്കാനൊന്നുമില്ല, പക്ഷേ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനായിട്ട് നമ്മൾ അവർക്കൊരു അവസരം കൊടുക്കുക. ഇപ്പം മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ ഒരു കോപ്പി, ആ പഴയ കോപ്പിയുടെ ബാക്കി അങ്ങ് എടുത്ത് കൊടുത്തേക്കുക. ഒരു പേജ് വെച്ച് ഒരു ദിവസം എഴുതിക്കോളാൻ പറയുക. ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും അത് അവരുടെ പഴയ ടെക്സ്റ്റ് ബുക്കോ ഒക്കെ നോക്കിയിട്ട് എഴുതാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കുകളാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എഴുതാം. ഇപ്പം മലയാളമോ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ന്യൂസ് പേപ്പർ നോക്കിയിട്ട് എഴുതാം. അങ്ങനെ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാനായിട്ട് നിർബന്ധമായിട്ടും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഒക്കെ ഓരോ പേജ് വെച്ചിട്ട് ഓരോ ദിവസവും നിർബന്ധമായിട്ടും എഴുതാൻ ശീലിപ്പിക്കുക. അത് പറഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. അവർക്ക് അക്ഷരത്തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഉണ്ടാകും. മിക്കവാറും കുട്ടികളൊക്കെ എഴുതുമ്പോൾ അക്ഷരത്തെറ്റുകൾ മുതിർന്ന ക്ലാസ്സുകളിലാണെങ്കിൽ പോലും അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അക്ഷരത്തെറ്റുകളൊന്നും കൂടാതെ എഴുതാനായിട്ട് അവരെ ശീലിപ്പിക്കാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരവരുടെ അക്ഷരങ്ങളൊക്കെ ഒന്ന് എഴുതിക്കോട്ടെ. അപ്പം അവരൊക്കെ പെട്ടെന്ന് മറന്നു പോകും അക്ഷരങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ മോനാണെങ്കിൽ UKG, ഇനിയിപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് പോകും. അപ്പം ഇപ്പോൾ ശീലിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടും എഴുതാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മറന്നു പോകും അക്ഷരങ്ങൾ 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോഴേക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കുക. ചെറിയ ചെറിയ വാക്കുകൾ, അവർ പഠിച്ചിട്ടുള്ള ചെറിയ ചെറിയ വാക്കുകളൊക്കെ എഴുതിപ്പിക്കുക, വായിപ്പിക്കുക, ഉറക്കം വായിപ്പിക്കുക. ഇപ്പം വലിയ പേപ്പറിലൊക്കെ ഇപ്പം അക്ഷരങ്ങൾ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുക്കുക. നമ്പേഴ്സ് ഈ ABCD ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പേപ്പറിലൊക്കെ ചിലപ്പം വേണമെങ്കിൽ നമുക്ക് എഴുതിയിട്ട് ഒട്ടിക്കാം. അല്ലെങ്കിൽ ഇപ്പം കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ സ്റ്റിക്കറായിട്ടോ, അല്ലെങ്കിൽ വലിയ ഈ ചാർട്ട് പേപ്പർ മാതിരി വലിയ പേപ്പറിൽ എഴുതിയതൊക്കെ പ്രിൻ്റ് ചെയ്തതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർ ഒത്തിരി ഒന്നും മറന്നു പോകാതെ പിന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലതായിരിക്കുമേ. അതുപോലെ തന്നെ മാത്സിൽ ഇപ്പം മൾട്ടിപ്ലിക്കേഷനൊക്കെ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശീലിപ്പിക്കുക കേട്ടോ. അപ്പം ഞാനാണെങ്കിലുണ്ടല്ലോ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ചാർട്ട് ഉണ്ടായിരുന്നു, എത്രയാ 10 വരെയുള്ള ഒരു ചാർട്ട്, അത് അവരുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നത് ഞാൻ മുറിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വായിച്ചോളാൻ പറഞ്ഞു. 2-3 പ്രാവശ്യം വെച്ചെങ്കിൽ ഇതൊക്കെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അതൊന്ന് വായിക്കാൻ കൂടി ശീലിപ്പിക്കുക. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക.
ഇപ്പം ഞാൻ പറയട്ടെ, സയൻസ്, സോഷ്യൽ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു പോയിന്റിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ വെക്കും. യൂട്യൂബിൽ വീഡിയോ വെച്ചിട്ട് അത് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കളികൾ നിർബന്ധമായിട്ട് മക്കൾ കളിച്ചിരിക്കണം. നമ്മളൊക്കെ ചെറുതായിരുന്നു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം കളികൾ കളിക്കുമായിരുന്നു. പറമ്പിൽ കൂടെയും ഒക്കെ ഓടി ചാടി നടന്ന് കളിക്കുമായിരുന്നല്ലോ. ഇപ്പം മക്കൾക്ക് ഒന്നാമത് മിക്കവാറും ആൾക്കാർക്ക് പറമ്പൊന്നും ഇല്ല ഓടിച്ചാടി നടന്ന് കളിക്കാൻ, ചിലർക്ക് മുറ്റമൊന്നും ഇല്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് കൂടി നടന്ന് കളിക്കുക. അപ്പോൾ മുറ്റമുള്ളവർ മുറ്റത്തോടെ ഓടിച്ചാടി കളിക്കുക, പറമ്പുള്ളിടത്ത് അതിലൂടെ ഓടിച്ചാടി കളിക്കുക. അങ്ങനെ ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടേക്ക് പോയി കളിക്കുക. അപ്പോൾ അടുത്തൊക്കെ ഇപ്പം എന്തെങ്കിലും ഔട്ട്ഡോർ ഗെയിംസൊക്കെ കളിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പോയി കളിക്കുക. ഇൻഡോർ ഗെയിംസ് കളിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കളിക്കുക. അപ്പം അവരുടെ ഇപ്പം സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഗെയിംസൊക്കെ ചെയ്യാൻ പറ്റിയ അവസരങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ കളിക്കുക. ഇപ്പം അടുത്തുള്ള കുട്ടികളൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം പലരും ഇപ്പോൾ അടുത്ത വീടുകളിലേക്കൊന്നും കളിക്കാനൊന്നും വിടാറില്ല. അപ്പം വിടുന്ന കുട്ടികളാണ് പരമാവധി വിടാൻ ശ്രമിക്കുക. അങ്ങനെ വിട്ടെന്ന് ഇപ്പോൾ അടുത്ത വീടുകളിലെ കുട്ടികളൊക്കെ കൂട്ടുകൂടി കളിക്കുന്നതൊക്കെ നല്ലതല്ലേ, ഓടിച്ചാടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ കളിക്കാനൊക്കെ ശ്രമിക്കുക. പിന്നെ അവർക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പലർക്കും ഈ മുറ്റത്തോടെയും പറമ്പിക്കൂടെയൊക്കെയുള്ള ഈ കൊച്ചു കൊച്ചു കളികളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന സാറ്റ് കളിക്കുക, അക്ക് കളിക്കുക, കള്ളനും പോലീസ് അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല പല കുട്ടികൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക്. അപ്പം നമുക്കറിയാവുന്നതൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം പിന്നെ സൈക്കിൾ ഓടിക്കാനൊക്കെ സൗകര്യമുള്ളവരാണെങ്കിൽ ദിവസവും സൈക്കിൾ ഓടിക്കുക, മുറ്റത്തിന് ചുറ്റും ഓടാനൊക്കെ പറയും ഞാനൊക്കെ. അപ്പോൾ അതൊക്കെ അവർക്ക് നല്ലതല്ലേ, അവരുടെ ഒരു വ്യായാമം തന്നെയായില്ലേ അതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഒരു വ്യായാമം ദിവസവും അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കളികളിലൂടെയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു വ്യായാമം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ മാതാപിതാക്കൾ ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക, കുട്ടികളെ കൂടി. പച്ചക്കറി നടുന്നതായിക്കൊള്ളട്ടെ, അതുപോലെ ചെടികളായിക്കൊള്ളട്ടെ, അവർക്ക് കുറേശ്ശെ എന്തെങ്കിലും ചട്ടിയോ എന്തെങ്കിലും കൊടുത്തിട്ട് ഇച്ചിരി മണ്ണൊക്കെ നിറയ്ക്കാൻ സ്വന്തമായിട്ട് ചെയ്യാൻ അവരോട് പറയുക. വിത്തുകളൊക്കെ കൊടുക്കുക. അവർ സ്വന്തമായിട്ട് നട്ട് വിത്ത് മുളച്ച് വളർന്ന്, ഇപ്പോൾ ചെടിയാണെങ്കിൽ പൂ കായ്ച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ ഇതിങ്ങനെ വളർന്ന് വരുന്നതായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു ആശ്വാസവും ഒരു സന്തോഷവും. പിന്നെ ഈ പൂവൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കേ ഞാൻ നട്ട് വളർത്തിയ ചെടിയിലെ പൂ കായ്ക്കുന്നു എന്നുള്ള ഒരിതൊക്കെ വരുമ്പോഴേക്കും അവർക്കത് വലിയ സന്തോഷം മാത്രമല്ല, അവർക്കത് ഒത്തിരി കോൺഫിഡൻസ് കൊടുക്കുന്ന കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അത്യാവശ്യം ഇപ്പം പുറമേ പറമ്പും അതൊന്നും ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലൊക്കെ ഈ ബാൽക്കണി കൂടെയൊക്കെ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ മിക്കവാറും ആൾക്കാർക്കൊക്കെ. അപ്പം അങ്ങനെ ഒരു കുഞ്ഞി ചട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ കൊടുക്കുക. എന്നിട്ട് അവരോട് സ്വന്തമായിട്ട് പാകി മുളപ്പിച്ച് കൃഷി ചെയ്യാനൊക്കെ പറയുക. അപ്പോൾ അവർക്ക് മണ്ണിനോടൊരു സ്നേഹം, മണ്ണെന്താണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് നടുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളിൽ നമ്മൾ അവരെ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കുക. അത് മിക്കവാറും ആൾക്കാരും പലരും, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടു ജോലികളിൽ നമ്മൾ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കില്ല. കാരണം ഒന്നാമതേ നമുക്കൊക്കെ തിരക്കാണ്. അപ്പം മക്കളെ കൂടി പങ്കെടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം പോകും. അവർ പതുക്കെ ചെയ്യുള്ളൂ. അവർക്ക് അറിയില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സാരമില്ല, കുറച്ച് പതുക്കെ ആയാലും അവരെ ഉൾപ്പെടുത്തിക്കൊള്ളുക. അപ്പം അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് എന്താ ചെയ്യാൻ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഇപ്പം എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുകുട്ടി 5 വയസ്സ്. അപ്പോൾ അവനെ കൊണ്ട് ഇപ്പം വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടുപോയിടുക, ഇപ്പം തുണി വിരിച്ചിടാൻ നേരത്ത് തുണികൾ എടുത്ത് തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനായിക്കൊള്ളട്ടെ. ഇപ്പം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ മേശപ്പുറത്ത് നിന്ന് പാത്രം എടുത്തുകൊണ്ട് വെക്കുക, താഴെ വീണിരിക്കുന്ന ചോറും ഭക്ഷണ സാധനങ്ങളൊക്കെ അതിനുള്ളിലേക്ക് പെറുക്കിയിട്ടിട്ട് അടുക്കളയിൽ കൊണ്ട് വെക്കുക. അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ, അവരുടെ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. ഇപ്പം മോളാണെന്നുണ്ടെങ്കിൽ ഇപ്പം 11 വയസ്സ്. അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അത്യാവശ്യം കുറേശ്ശെ പച്ചക്കറി അരിയാൻ പതുക്കെ അരിയുള്ളൂ, സാരമില്ല. അപ്പം കുറേശ്ശെ പച്ചക്കറി അരിയാൻ, അതുപോലെ പാത്രം കഴുകാൻ, തുണി വിരിച്ചിടാൻ, അതുപോലെ തൂക്കാനൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടേ ചെയ്യുള്ളൂ. അപ്പം അത്രയ്ക്ക് അങ്ങ് വൃത്തിയാവത്തൊന്നുമില്ല. എന്നാലും നമ്മൾ അവരെ ഉൾക്കൊള്ളിക്കുക. ഇപ്പം അടുത്ത വീട്ടിലെ കുട്ടി, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന മറ്റൊരു കുട്ടി, ഇപ്പം എൻ്റെ കസിൻ്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ അതേ പ്രായത്തിലുള്ള കുട്ടി ബിരിയാണി വെക്കും. അപ്പം അവൾ ബിരിയാണി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മോളുടെ അടുത്ത് ബിരിയാണി വെക്കാൻ പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ കുട്ടിയുടെ കഴിവ് എന്താണ്, നമ്മുടെ കുട്ടിക്ക് എന്തുമാത്രം
സാധിക്കും എന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീട്ടുജോലികളിൽ അവരെ ചെറുപ്പത്തിലെ തന്നെ പങ്കെടുപ്പിക്കുക. കാരണം ഉണ്ടല്ലോ, ഇപ്പം വലുതായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും ഞാൻ എന്തിനാ ഈ വീട്ടിലെ പണികളൊക്കെ എടുക്കുന്നത്, ഞാൻ പണിയെടുക്കുക. അപ്പോൾ അങ്ങനെ മാതാപിതാക്കളോട് ചോദിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ഇപ്പോൾ ഒരു പണി, ഇപ്പം 10-25 വയസ്സൊക്കെ ആയ കുട്ടികളോട് വീട്ടിൽ എന്തെങ്കിലും പണി എടുക്കുന്നത്, ചെറിയ പണിയായിരിക്കും, ഒന്ന് ഒരു റൂം തൂക്കാനായിരിക്കാം, സ്വന്തം ബെഡ് വിരിച്ചിടാനെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് പേരൻസിനോട് ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്, ഞാൻ ഈ വീട്ടിലെ വേലക്കാരി അല്ലല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരരുത്. അപ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും, ഒരു വീട്ടിലെ ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും ആ വീട്ടിലുള്ള എല്ലാവർക്കും എടുക്കാവുന്നതാണ്. അത് ഒരു വീട്ടിലുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും കടമയാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് വരണം. അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഇവർക്കാവുന്ന രീതിയിലുള്ള പണികൾ എടുപ്പിച്ച് ശീലിപ്പിക്കുക. ഇപ്പം അവധിക്കാലത്ത് നമുക്ക് സുഖമായിട്ട് അവരിപ്പോൾ പഠിക്കാനൊന്നുമില്ല, അപ്പം ചുമ്മാ കളിച്ച് നടക്കുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവധിക്കാലത്ത് എന്തായാലും നിർബന്ധമായിട്ടും നമ്മളെല്ലാവരും വീട്ടുജോലികളിൽ അവരെ പങ്കെടുപ്പിക്കണം. അതുപോലെ തന്നെ ഭക്ഷണക്കാര്യം, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മിക്കവാറും പേരൻസ് എളുപ്പപ്പണി നോക്കും. പിള്ളേർ കഴിക്കണ സാധനം എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എളുപ്പത്തിന് പല പേരൻസും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം വീട്ടിലിരിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കണ ഭക്ഷണങ്ങൾ അവരെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. ഇപ്പം മിക്കവാറും പേരൻസ്, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരാണെങ്കിലും പലരും പറയുന്നത് കേൾക്കാം, ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ അവർക്ക് ബേക്കറി സാധനങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ചില സാധനങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ട സാധനങ്ങളെന്നല്ല, നമ്മൾ പേരൻസ് എന്തൊക്കെയാണ് ഭക്ഷണ സാധനങ്ങളാണോ കഴിക്കുന്നത് അതെല്ലാം നമ്മുടെ മക്കളും കഴിച്ചിരിക്കണം. അത് നിർബന്ധമാക്കണം. ഇപ്പം ഒരു വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ആ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും, എല്ലാ ഭക്ഷണ സാധനങ്ങളും, എല്ലാ രുചികളും, എരിവോ പുളിയോ ഉപ്പോ ഒക്കെ ആയിക്കൊള്ളട്ടെ. ഇപ്പം ഞാൻ അറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കുട്ടി 10 വയസ്സുള്ള കുട്ടിയാണ്. ഇപ്പോഴും അതേ ഒരു ചെറിയ എരിവുള്ള കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അവൻ കരയാൻ തുടങ്ങും. കാരണം അതുപോലെ എല്ലാം മാറ്റി, ഇപ്പോൾ ഒരു മീൻ കൊടുക്കുകയാണെങ്കിൽ ഈ 10 വയസ്സുള്ള കുട്ടിക്ക് മീനിൻ്റെ മുള്ളെല്ലാം മാറ്റി ഒട്ടും മുള്ളില്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ചോറിനകത്തെ കറി ഒഴിച്ച് ആ കറിക്കകത്തെ കറിവേപ്പില, അതുപോലെ മുളകുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു 10 വയസ്സുള്ള കുട്ടിക്ക്. ഈ കുട്ടിക്ക് ഇതെല്ലാം സ്വന്തമായിട്ട് എടുത്ത് മാറ്റി കഴിക്കാൻ പ്രായമായതാണ്. എന്നാൽ പോലും മാതാപിതാക്കൾ അങ്ങനെ സ്പൂൺ ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ചെയ്യാതെ മക്കൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തോട്ടെ. ഇപ്പോൾ മീനിൻ്റെ മുള്ളൊക്കെ മാറ്റാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സ്, ഇപ്പോൾ എൻ്റെ മോനൊക്കെ സ്വന്തമായിട്ട് മീനിൻ്റെ മുള്ളൊക്കെ മാറ്റി കഴിക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അതൊക്കെ ഒന്ന് ശീലിപ്പിച്ചേക്കുക. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ല ഭക്ഷണ സാധനങ്ങൾ, ഇപ്പം ബേക്കറിയും അതൊന്നും അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഈ അവധിക്കാലത്ത് അവരെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. അത് നമ്മുടെ മാതാപിതാക്കളുടെ കടമയാണെന്ന് ഓർക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എവിടെ പോയാലും നമ്മുടെ മക്കളെ ഒന്ന് കൂടെ കൊണ്ടുപോകുക. എനിക്കറിയാവുന്ന പലരും ഉണ്ട്, പേരൻസ് പോകും, ഇപ്പോൾ ടൂറിനാണെങ്കിൽ പോലും മക്കളെ കൂട്ടാതെ പോകുന്ന പേരൻസ്. അതുപോലെ ബന്ധുവീടുകളിലായിക്കോട്ടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ടുപോകുകയില്ല, അപ്പനും അമ്മയും കൂടെ തന്നെ പോകും. അങ്ങനെ ചെയ്യാതെ എവിടെ പോയാലും ഒന്ന് മക്കളെ കൂടെ കൊണ്ടുപോകുക. ആരുമായിട്ട് നമ്മൾ ഇടപഴകുന്നോ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ആൾക്കാരൊക്കെ ആയിട്ട് എങ്ങനെ ഇടപഴകേണ്ടത്, അതുപോലെ നമ്മൾ ബന്ധുവീടുകളിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ അവരെയും കൂടി ഒന്ന് കൊണ്ടുപോയി. ഇന്നത്തെ കാലത്തൊക്കെ ഈ ബന്ധുവീടുകളിൽ പോക്കൊക്കെ ഭയങ്കര കുറവാണ്. പണ്ടൊക്കെ പിന്നെ എല്ലാവരും പോകുമായിരുന്നു. ഇന്നൊന്നും ആർക്കും സമയമില്ല. ഇപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവരൊന്നും അവിടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പം പലരും വിളിച്ച് നോക്കിയിട്ട് അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലം വന്നിരിക്കുന്നത്. അപ്പം ബന്ധുവീടുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ മക്കളെ കൂടി ഒന്ന് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് നമ്മുടെ ബന്ധുക്കാരെ, ഇത് നമ്മുടെ ഇന്ന ആൾക്കാരാണ് എന്നുള്ള ബന്ധമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവരെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാനറിയുന്ന ചില ആൾക്കാരുണ്ട്, ഇപ്പം എൻ്റെ തന്നെ ബന്ധുക്കാർ, എന്നെ അറിയത്തില്ലാത്തവർ, എനിക്കറിയത്തില്ലാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ പലർക്കും ഉണ്ടാകും അല്ലേ. പലരും പല സ്ഥലങ്ങളിലാണ്, പുറം രാജ്യങ്ങളുണ്ടാകും, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ പരസ്പരം അറിയാത്ത കസിൻസ് പോലും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഈ നമ്മുടെ ബന്ധങ്ങളിൽ കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ മക്കളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. അവർ നമ്മളുടെ ഇപ്പം ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരി പറയുന്ന കേട്ടു, അവളുടെ ഒരു കസിൻ കുട്ടിയും ഹോസ്റ്റലിൽ ചെന്ന സമയത്ത് അവിടെ വേറൊരു കുട്ടിയായിട്ട് പരിചയപ്പെട്ട സമയത്ത്, അങ്ങനെ കോളേജിൽ ഹോസ്റ്റലിൽ ചെന്ന് പരിചയപ്പെട്ട സമയത്താണ് അറിയുന്നത് അവർ രണ്ടുപേരും കസിൻസ് ആണെന്നുള്ള കാര്യം. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബന്ധുക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക.
പിന്നെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനെല്ലാതെ നമ്മൾ പേരൻസ് നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും മക്കളെ ചുമ്മാതെ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവുകയില്ല. ഇപ്പം അവധിക്കാലമാണ്, നമ്മൾ പേരൻസിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ മക്കളുള്ളത്. അപ്പോൾ നമുക്ക് പരമാവധി പറ്റാവുന്നത്രയും സമയം നമ്മൾ മക്കളുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്ത് നമുക്കാവുന്ന രീതിയിൽ അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കാം. ഈ മുഴുവൻ സമയവും ടി വിയുടെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലും ഒക്കെ ഇരുന്ന് ചുമ്മാ സമയം കളഞ്ഞ് മുഷിയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 മാസം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം പറ്റാവുന്നതുപോലെയൊക്കെ നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ അവധിക്കാലം അവർക്ക് അടിച്ചു പൊളിക്കാനായിട്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ മാതാപിതാക്കൾക്ക് അവരെ സഹായിക്കാം.